ഇത് തന്നെയാണ് അവസ്ഥ. എത്ര ഒരു ബ്രോ പോവും? ഞാൻ ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. ഇവരെ മോഹൻലാൽ ഫാൻസ് അവർക്കുള്ള വിചാരം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇതാക്കത്തില്ല എന്നുള്ള ഇതിൽ വെച്ചാൽ അവർ കണ്ടു. വല്യേട്ടൻ എന്നുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ഓടത്തില്ലെന്ന് ഫാൻസിന്റെ ഒക്കെ ഒരു വെള്ളത്തിന്റെ ഇടയിലായതുകൊണ്ട് എല്ലാം അങ്ങ് കറക്റ്റ് ആയിട്ട് കേൾക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒന്നും തോന്നിയില്ല. നമുക്ക് ആറാടി മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു മാസ്മരിക വിസ്മയ ചിത്രം വരാൻ കാത്തിരിക്കുന്നു. അത് വേറൊരു ഇതല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല, അതൊന്നുമില്ല. കാട്ടവരാതൊന്നുമില്ല. ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള പടമായിരുന്നു. TV കാണുന്നതിനെക്കാട്ടി തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4K ഒക്കെ നല്ല സെറ്റ് ആയിരുന്നു. അതെന്താന്ന് അറിഞ്ഞൂടാ. ഈ പുഷ്പയ്ക്കൊക്കെ അതിനി വരുമ്പോ അറിയാം. പുഷ്പ വരുമ്പോ അറിയാം എന്താവും. അതിനി 5-ാം തീയതി അറിയാം. അങ്ങനെ ഒന്നും തോന്നിയില്ല. അങ്ങനെ തോന്നിയില്ല. 4K അടിപൊളിയായിരുന്നു ബ്രോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ സ്ക്രീനിൽ കണ്ടിട്ട് വലിയ സ്ക്രീനിൽ 4Kയിൽ ഡോൾബി അറ്റ്മോസിൽ മമ്മൂക്കാനെ കാണാൻ പറ്റുന്ന തന്നെ ആ മുണ്ടൊക്കെ മടക്കി കുത്തി പറഞ്ഞ തന്നെ ഒരു ഗൂസ്ബംസാണ്. തുടക്കത്തിൽ നിന്നേ തുടങ്ങും ഗൂസ്ബംസ്. പടത്തിന്റെ ടൈറ്റിലിൽ നിന്നേ തുടങ്ങും ഗൂസ്ബംസ്. നിങ്ങൾ നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടി വന്നാൽ മതി, കിട്ടിക്കോളും. പാലേരി മാണിക്ക് എല്ലാവരും പാലേരി മാണിക്കുന്ന അതൊരു ഓഫ് ബീറ്റ് പടമല്ലേ ബ്രോ? അത് പുതിയ ഓഫ് ബീറ്റ് പടം ഇറക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. എത്ര ഒരു ബ്രോ പോവും? റിപ്പോർട്ട് ഇറങ്ങിയിട്ടല്ലേ പോകും. അത് തന്നെയാണ് നമ്മളെല്ലാവരും. ഞാൻ ഒരിക്കൽ കണ്ട പടമാണ് പാലേരി മാണിക്കം എന്നുള്ളത്. ഒരു അവാർഡ് ടച്ച് പടം, അത് അവാർഡ് കിട്ടിയ പടം. അത് ആ ഒരു രീതിക്ക് വന്ന പടത്തിന് റിലീസ് ചെയ്യുമ്പോഴും അതിനുള്ള അത്രയ്ക്കുള്ള ഓഡിയൻസേ വരുള്ളൂ. ആ ഓഡിയൻസ് വന്നു, ഒരു പടം കണ്ടു, പടം മാറി. ഇതൊരു മാസ് മസാല പടമാണ്, അതിനുള്ള ഓഡിയൻസ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ആൾക്കാർ ഇനിയും വരും, ഒക്കെ കാണുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ പടം ചെറിയ സ്ക്രീനിലാണ് കണ്ടത്. വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ എല്ലാവരും ഇന്നസെന്റ് ചേട്ടനും സുകുമാരി ചേച്ചിയും മണിച്ചേട്ടനും എല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു സ്ട്രെയിൻ തന്നെയുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്ക് ആറാടി, ശരിക്കും ആറാടി. നമുക്ക് അന്നും ആറാടി, ഇന്നും ആറാടിക്കൊണ്ടല്ലേ ഇരിക്കണത്. നമുക്ക് എന്നും ആറാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വരാനുള്ളതും കഴിഞ്ഞതും എല്ലാം ഗംഭീരമായ രീതിയിൽ അങ്ങ് പുള്ളി വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖമായാലും ശരി, കാതലാണെങ്കിലും ശരി, ഓരോന്നും വിഭിന്ന വേഷങ്ങൾ. ഇനി വരാൻ പോകുന്നത് ബസ്സൊക്കെ ആണെങ്കിൽ ശരി, ഡൊമിനിക് ആണെങ്കിൽ ശരി, അടുത്ത് വരാൻ പോകുന്ന ശരി, മമ്മൂക്കായും ലാലേട്ടനും അഭിനയിക്കുന്ന ഒരു മാസ്മരിക വിസ്മയ ചിത്രം വരാൻ കാത്തിരിക്കുന്നു. മഹേഷ് നാരായണൻ്റെ ഗംഭീരമായ ഒരു മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തകർത്ത് തരിപ്പണമാക്കി ഒരു പുതുതരംഗം തീർക്കാൻ മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ്റെ ഒരു ഗംഭീരമായ ഒരു പെർഫോമൻസ് വരാനിരിക്കുന്നു. ഈ വല്യേട്ടൻ 4K അറ്റ്മോസ്ഫിയർ ഗംഭീരമായ ഒരു വിസ്മയം. അമേസിങ്, റിയലി അമേസിങ്. അത് വേറൊരു ഇതല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല, അതൊന്നുമില്ല. പടത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം 2000 തിരുവോണ ദിവസം തിരുവനന്തപുരം ശ്രീകുമാറിൽ നിന്നും ആദ്യ ഷോ തന്നെ കണ്ട ചിത്രമാണ്. അതിനിടയിൽ നമ്മൾ ഒരുപാട് തവണ ഇത് TV കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പുത്തൻ സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ട് തിയേറ്ററിൽ വരുമ്പോൾ ഇത് ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടെ കാണാനോ അന്നേ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നും വീണ്ടും ആദ്യ ഷോയ്ക്ക് തന്നെ എത്തിയത്. നല്ല രീതിയിൽ 4K അതിൻ്റെ ദൃശ്യ സാങ്കേതികത നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. വിജയുടെ പടമോ അല്ലെങ്കിൽ മറ്റുള്ള സിനിമയോ മോഹൻലാലിൻ്റെതോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഇതുള്ളത്. അങ്ങനെ വല്യേട്ടൻ എന്നുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ഓടത്തില്ലെന്നൊരു ചെറിയ സംസാര രീതി ഉണ്ടായിരുന്നു. കടത്തി വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ രീതി നല്ല രീതിയായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ പറയാനെന്ന് വെച്ചാൽ വാക്കുകളില്ല. കാരണം അതിൻ്റെ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അമ്പലക്കര ബൈചേട്ടനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം BGM ഒക്കെ രക്ഷയില്ലാത്തത്. നമ്മൾ ആദ്യത്തെക്കാളും വലിയ ഗംഭീരമായിരിക്കും. ഇവരെ മോഹൻലാൽ ഫാൻസ് അവർക്കുള്ള വിചാരം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇതാക്കത്തില്ല എന്നുള്ള ഇതിൽ വെച്ചാൽ അവർ കണ്ടത്. പക്ഷേ അതിൻ്റെ വലിയ ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി പടം ഇപ്പോൾ ആവനാഴി വരുന്നുണ്ട്, 3-ാം തീയതി. ഇതിനേക്കാളും വലിയ ഗംഭീരമായിട്ട് നമ്മൾ നടത്തുള്ളൂ, നല്ല സെറ്റപ്പായിട്ട് ചെയ്യും. ഗംഭീര പടം, നമ്മളിപ്പം ഓൾറെഡി കണ്ടിട്ടുള്ള പടമാണ്. പക്ഷേ വീണ്ടും 4K അറ്റ്മോസിൽ കാണുമ്പം, ഡോൾബിയിൽ കാണുമ്പോൾ വളരെ രസമായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ എനിക്ക് ഈ പടം ഞാൻ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ ഫാൻസിനോടൊപ്പം, മമ്മൂക്ക ഫാൻസ് അവരുടെ ഒരു പരിപാടി ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, ഗസ്റ്റായിട്ട് വന്നതെന്ന് വെച്ചാൽ അവരോടൊപ്പം ഞാൻ പിന്നെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരോടൊപ്പം ഇരുന്ന് പടം മുഴുവൻ കണ്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച മമ്മൂക്കയുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ പറ്റില്ല. അത്ര നമ്മളിങ്ങനെ പിടിച്ചെടുത്ത് കണ്ടത്. നമ്മൾ എത്രയോ പ്രാവശ്യം കൈരളി TV കണ്ട പടമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 4K ഡോൾബി അറ്റ്മോസിൽ ഈ ഒരു ഫീലിൽ കാണുമ്പോൾ, നിങ്ങൾ ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോർമൽ തിയേറ്ററിൽ പോയി കാണാതെ ഒരു 4K തിയേറ്ററിൽ തന്നെ കാണണം. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എരീസ് പ്ലക്സിലെ OD 1 മസ്റ്റ് വാച്ചബിൾ ആണ്. എവിടെ ഉള്ളവരാണെങ്കിലും വന്ന് അതിൻ്റെ അകത്ത് നിന്ന് കണ്ട അത്ര അടിപൊളിയുണ്ട്. ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ മമ്മൂക്കയുടെ ആ ഒരു സാധനമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കഴിവെങ്കിൽ ഈ മൂവി 4K തിയേറ്ററിൽ തന്നെ കാണണം. വാച്ചബിളാണ്, എന്താ പറയുക, റീവാച്ചബിളാണ്. എനിക്കൊരു പ്രാവശ്യം കൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫാൻസിൻ്റെ ഒക്കെ ഒരു വെള്ളത്തിൻ്റെ ഇടയിലായതുകൊണ്ട് എല്ലാം അങ്ങ് കറക്റ്റായിട്ട് കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി വീണ്ടും ഒന്നുകൂടെ കാണണമെന്നുണ്ട്.